എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുമ്പോൾ ഉണ്ടാകും എന്നുള്ള വിഷയത്തിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. പഞ്ചസാരയുടെ കണ്ടന്റ് ഒരുപാട് നമ്മുടെ ശരീരത്തിലോട്ട് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഗ്ലൈക്കേഷന് കാരണമാകുന്നു. ഗ്ലൈക്കേഷൻ എന്നുള്ളൊരു പ്രോസസ്സ് നടക്കുന്നത് നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളും അതുപോലെ തന്നെ പ്രത്യുൽപാദന അവയവങ്ങൾക്കും ഇടയിലുള്ള കോശങ്ങൾക്ക് നാശം സംഭവിപ്പിക്കുക എന്നുള്ളതാണ്. ഗ്ലൈക്കേഷൻ ഉണ്ടാകുന്ന ഓരോ സമയത്തും ഈ ഒരു കോശങ്ങളും നശിക്കുന്നതിന് അത് കാരണമാകുന്നു. നമ്മുടെ ശരീരത്തിൽ നമ്മൾ സാധാരണയായിട്ട് ചായയിലിട്ട് കുടിക്കുന്നതോ അല്ലെങ്കിൽ മധുരപാനീയങ്ങളിൽ നമ്മളിട്ട് കുടിക്കുന്നതുമായിട്ടുള്ള പഞ്ചസാര കൂടാതെ നമ്മുടെ ശരീരത്തിൽ പല പല രീതികളിൽ ഷുഗർ കണ്ടന്റ് എത്തുന്നുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ കഴിക്കുന്ന ആഹാരം, നമ്മൾ വെളുത്ത അരിയുടെ ആഹാരം കൂടുതലായിട്ട് കഴിക്കുമ്പോൾ, വെളുത്ത അരിയുടെ ചോറ് നമ്മൾ കൂടുതലായിട്ട് കഴിക്കുമ്പോൾ അതിൽ നമ്മുടെ ശരീരത്തിൽ ഷുഗർ എത്തുന്നു. അതുപോലെ അരിപ്പൊടി വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കി കഴിക്കുന്ന ഭക്ഷണങ്ങളെല്ലാം നമ്മുടെ ശരീരത്തിൽ ഷുഗർ എത്തുന്നു. അതുപോലെ തന്നെ നമ്മൾ കുടിക്കുന്ന കൂൾ ഡ്രിങ്ക്സുകൾ, ടീ, ജ്യൂസസ്, സ്വീറ്റ്സ്, അതുപോലെ ബ്രെഡ്, ബർഗർ, പിസ്സ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും ഷുഗറിൻ്റെ കണ്ടൻറ്റ് അല്ലെങ്കിൽ മധുരത്തിൻ്റെ കണ്ടൻറ്റ് അടങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ബേക്കറിയിൽ നിന്ന് വാങ്ങിച്ചിട്ട് കഴിക്കുന്ന പ്രോഡക്ട്സിലാണെങ്കിലും പ്രോസസ്ഡ് ആയിട്ടുള്ള ഒരു രീതിയിൽ ഷുഗർ കണ്ടൻറ്റ് അടങ്ങിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഈ ഷുഗർ കണ്ടൻറ്റ് നമ്മുടെ ശരീരത്തിൽ അമിതമായിട്ട് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടാക്കും. എസ്പെഷ്യലി നമ്മുടെ ഒരു റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെ ഇത് ഹാംഫുള്ളായിട്ട് തന്നെ ബാധിക്കും. റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ ഫലോപ്പിയൻ ട്യൂബ്, നമ്മുടെ യൂട്രസ്, നമ്മുടെ ഓവറി, നമ്മുടെ സെർവിക്സ്, ഇങ്ങനെയുള്ള ഭാഗങ്ങളിലേക്ക് ഇത് മോശകരമായിട്ട് തന്നെ ബാധിക്കും. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഫെർട്ടിലിറ്റി ഇഷ്യൂസ് ഉണ്ടാകുന്നതിനും സ്ത്രീകൾക്ക് എഗ്ഗിൻ്റെ ക്വാളിറ്റി കുറയ്ക്കുന്നതിനും ഈ ഒരു ഷുഗർ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് കാരണമാകുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഹോർമോണുകളുടെ ഇംബാലൻസസ് ഉണ്ടാക്കുന്നതിനും ഇത് കാരണമാകുന്നു. ഹോർമോണുകളുടെ ഇംബാലൻസസ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ LH ഹോർമോൺ, FSH ഹോർമോൺ, ഈസ്ട്രോജൻ ഹോർമോൺ, പ്രൊജസ്ട്രോൺ ഹോർമോൺ, തൈറോയ്ഡ് ഹോർമോൺ, ഇവരുടെ ഒരു ബാലൻസ് ഒന്ന് തകിടം മറിക്കുന്നത് ഈ ഷുഗറിൻ്റെ കൺസപ്ഷൻ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് കാരണമാകുന്നു. നമുക്കറിയാം ഈ എല്ലാ ഹോർമോണുകളും നമ്മൾ ഓവുലേഷൻ നടക്കാനും ഇംപ്ലാന്റേഷൻ നടക്കാനും പ്രഗ്നൻസി സക്സസ്ഫുൾ ആവാനും നമ്മുടെ പീരിയഡ്സ് നോർമലായിട്ട് പോകുന്നതിനും ഒക്കെ നമ്മളെ സഹായിക്കുന്ന ഹോർമോണുകളാണ്. ഈ എല്ലാ ഹോർമോണുകൾക്കും ഒരു ഇംബാലൻസസ് അവിടെ അനുഭവപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഇംബാലൻസസ് മൂലം തന്നെ നമ്മുടെ ഒരു പ്രഗ്നൻസി ഒന്ന് ഉണ്ടാകുന്നതിന് ഒരു തടസ്സം ഇത് സൃഷ്ടിക്കുന്നു. സ്വീറ്റ്സ് കൂടുതലായിട്ട് കഴിക്കുന്ന ഒരു സ്വീറ്റ് ലവർ ആവുന്നു, അല്ലെങ്കിൽ ബർഗർ കഴിക്കുന്നു, പിസ്സ കഴിക്കുന്നു, ഇങ്ങനെയുള്ള ഓരോ സാധനങ്ങളിലും ഇപ്പോൾ ഈ ഷവർമ നമ്മൾ കഴിക്കുന്നു, ഇതിലെല്ലാത്തിലും മൈദയുടെ കൂടെയൊക്കെ ആഡ് ചെയ്യുന്നത് ഈ പഞ്ചസാരയും കൂടിയാണ്. അപ്പോൾ ഇതെല്ലാം വഴി നമ്മുടെ ശരീരത്തിൽ എക്സ്ട്രാ ഇങ്ങനെ മധുരം എത്തിക്കൊണ്ടിരിക്കുമ്പോഴേക്കും ഇതുമൂലം നമ്മുടെ ശരീരത്തിലോട്ട് എത്തുന്ന ആ ഒരു ന്യൂട്രീഷൻ്റെ അബ്സോർപ്ഷൻ കുറയുന്നു. അബ്സോർപ്ഷൻ കുറയുക എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ നല്ല വിറ്റമിൻസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണവും നമ്മൾ കഴിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള പഞ്ചസാരയുടെ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണവും നമ്മൾ കഴിക്കുമ്പോഴേക്കും ഈ നല്ല നല്ല ഗുണങ്ങളുള്ള ഭക്ഷണങ്ങളെ ആഗിരണം ചെയ്യാനായിട്ടുള്ള നമ്മുടെ ശരീരത്തിൻ്റെ കഴിവ് അവിടെ കുറയുന്നു. ഇത് കുറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ എഗ്ഗിൻ്റെ ക്വാളിറ്റിയും അവിടെ കുറയും. നമ്മുടെ എഗ്ഗിൻ്റെ ക്വാളിറ്റി കുറയും, നമ്മുടെ ഫലോപ്പിയൻ ട്യൂബിൻ്റെ പ്രവർത്തനക്ഷമത കുറയും, നമ്മുടെ യൂട്രസിൽ എൻഡോമെട്രിയൽ ലൈനിങ്ങിൻ്റെ എൻഡോമെട്രിയൽ ലൈനിങ് കൃത്യമായിട്ട് വളരുന്നതിൻ്റെ ആ ഒരു എഫിഷ്യൻസി അവിടെ കുറയും. ഇതെല്ലാം ഉണ്ടാകുന്നതിന് ഈ പഞ്ചസാരയുടെ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കുന്നതിന് കാരണമാകുന്നു. അപ്പോൾ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പഞ്ചസാരയുടെ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് മാക്സിമം നിങ്ങൾ അവോയ്ഡ് ചെയ്യുക കേട്ടോ. നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ചായയിൽ മാത്രമല്ല മധുരമുള്ളത്, നമ്മൾ കഴിക്കുന്ന കൂൾ ഡ്രിങ്ക്സിലുണ്ടാകും. അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന സ്വീറ്റ്സിലെല്ലാം ഒരുപാട് കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ നമ്മൾ കഴിക്കുന്ന വെള്ള അരി, അതുപോലെ ബ്രെഡ് നമ്മൾ വൈറ്റ് കളറുള്ള ബ്രെഡ് കേട്ടോ, അതുപോലെ തന്നെ ബർഗർ, പിസ്സ, ഇങ്ങനെയുള്ള എല്ലാത്തിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സ്വീറ്റ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് മാക്സിമം നിങ്ങൾ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന സമയത്തൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മാത്രം ചാനൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.